നമസ്തേ. വിക്രം സംവത്തിലെ കാർത്തിക ശുക്ലാഷ്ടമി, അതായത് ഗോപാഷ്ടമി, ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരത. ഗോരക്ഷയ്ക്ക് വേണ്ടി പാർലമെന്റിന് മുന്നിൽ സമരം ചെയ്ത 400 സന്യാസിമാരെ ശ്രീമതി ഇന്ദിരാഗാന്ധി വെടിവെച്ചു കൊന്നു. 1966 സംഭവം. ഇന്ത്യ എന്നത് പശു സംരക്ഷകരുടെ നാടാണ്. ക്യൂബയിൽ പശുവിനെ കൊന്നാൽ വധശിക്ഷയാണ് ഫലം. എന്നാൽ പശുവിനെ മാതാവായി കാണുന്ന സമൂഹമായ ഇന്ത്യയിൽ ഗോരക്ഷയ്ക്ക് വേണ്ടി സമരം ചെയ്ത സന്യാസിമാരെയും പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ള 400 പേരെയും വെടിവെച്ചു കൊല്ലുകയായിരുന്നു. അതിൽ പങ്കെടുത്തവർ പറഞ്ഞത് ഏകദേശം 5000 പേരെ വെടിവെച്ചു കൊന്നു എന്നാണ്. 1966 നവംബർ 7 ചാന്ദിനി ചൌക്കിലെ ആര്യ സമാജത്തിന്റെ ക്ഷേത്രത്തിൽ നിന്നും സ്വാമി കർപ്പത്രിയുടെ ആശീർവാദത്തോടെ സമാധാനപരമായ സമരം തുടങ്ങി. റഷനാര ഗാർഡൻ, ചെങ്കോട്ട, അജ്മൽ ഖാൻ പാർക്ക് എന്നിവിടങ്ങളിൽ നിന്നായി വിവിധ റാലികൾ ഒരേ സമയം ദില്ലിയുടെ പല ഭാഗങ്ങളിലേക്ക് നീങ്ങി. ലക്ഷക്കണക്കിന് സാധാരണക്കാരും ഗോ സംരക്ഷകരും റാലിയിൽ പങ്കുചേർന്നു. റാലിയുടെ മുൻനിരയിൽ നഗ്ന സന്യാസിമാരും കാവിയുടുത്ത സന്യാസിമാരുമായിരുന്നു. പാർലമെന്റ് സ്ഥിതി ചെയ്യുന്ന പാർലമെന്റ് സ്ട്രീറ്റ് സമരക്കാരെ കൊണ്ട് നിറഞ്ഞു. അവിടെ ഒരുക്കിയ ഉയരമുള്ള പ്ലാറ്റ്ഫോമിന് മുകളിൽ നിന്നും ഇവരെ വിവിധ മത നേതാക്കൾ സമരക്കാരെ അഭിസംബോധന ചെയ്തു. രാജ്യത്തെ പ്രമുഖ സന്യാസ മഠങ്ങളുടെ എല്ലാം അധിപന്മാരും ഈ വേദിയിലുണ്ടായിരുന്നു. അന്നത്തെ തീപ്പൊരി പ്രഭാഷകനായിരുന്നു കർണാലിൽ നിന്നുള്ള MP ആയ രാമേശ്വർ ആനന്ദ്. ശ്രീ രാമേശ്വർ ആനന്ദിന്റെ തീപ്പൊരി പ്രസംഗം സമരക്കാരെ ആവേശഭരിതരാക്കി. കൂടുതൽ ജനങ്ങൾ പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് ഒഴുകി. ഇനിയും ജനങ്ങൾ കൂടിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് കരുതിയ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇവരെ വെടിവെക്കാൻ ഉത്തരവിട്ടു. ഏകദേശം 400 പേർ കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് പേർക്ക് അംഗഭംഗം സംഭവിച്ചു. നൂറുകണക്കിന് പേരെ കാണാതായി. 830 സന്യാസിമാരെ ക്രൂരമായി തല്ലിച്ചതച്ച് തീഹാർ ജയിലിലാക്കി. ആ സന്യാസിമാരുടെ ശവം കൈകളിൽ എടുത്തുകൊണ്ട് കാശിയിലെ പ്രസിദ്ധ വിദ്വാനും വലിയ തപസ്വിയുമായ കരപ്പാത്രി മഹാരാജ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഗോഹത്യാ നിരോധന സമരത്തിൽ ഇന്ദിരാഗാന്ധി പാർലമെന്റിന് മുന്നിൽ 1 മണിക്കൂറിനുള്ളിൽ 400 സാധു സന്യാസികളെ വെടിവെച്ചു കൊന്നു. ഞാനിതാ നിന്നെ ശപിക്കുന്നു. നീയും നിന്റെ മക്കളും ഇതേപോലെ വെടിയുണ്ടയേറ്റും വെന്തും മരിക്കും. വിക്രം സംവത്തിലെ കാർത്തിക ശുക്ലാഷ്ടമി, അതായത് ഗോപാഷ്ടമി, നീ ഓർത്തില്ലെങ്കിലും ഇവർ ഓർത്തുവെക്കും. മാത്രവുമല്ല, ഒരു ദിവസം ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന ഒരു സന്യാസി വര്യൻ ആധുനിക വസ്ത്രധാരണത്തിൽ ജന്മമെടുത്തു വന്ന് ഈ പാർലമെന്റിനെ കീഴടക്കും. കൂടാതെ കോൺഗ്രസിന്റെ വിചാരധാരയെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് ഞാൻ കോൺഗ്രസ് പാർട്ടിയെ ശപിക്കുന്നു. ഒരു യഥാർത്ഥ ബ്രാഹ്മണനായ സന്യാസിയുടെ ശാപമാണിത്. അതൊരിക്കലും വെറുതെയാവില്ല. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നു ശ്രീ ഗുൽസാരി ലാൽ നന്ദ. ഇന്ദിരാഗാന്ധിയുടെ സന്യാസിമാരോടുള്ള ഈ ക്രൂരത കണ്ട അദ്ദേഹം രാജിവെച്ചു. കൂട്ടത്തിൽ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരും തന്റെ രാജിക്കത്ത് ഇന്ദിരാഗാന്ധിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. അന്നും ഇന്നും എന്നും ഭാരതീയർ പശുവിനെ മാതാവായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇനി ഇതിലൊരു ട്വിസ്റ്റ് കൂടിയുണ്ട് കേട്ടോ. ഇന്ദിരാഗാന്ധി 1984 ഒക്ടോബർ 31 പഞ്ചാബികളായ സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ചു. അന്ന് ഗോപാഷ്ടമി ദിവസമായിരുന്നു. മകൻ രാജീവ് ഗാന്ധി തമിഴ്നാട്ടുകാരിയായ തനുവിനാൽ 21 മെയ് 1991 ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. അന്നും ഗോപാഷ്ടമി ദിവസമായിരുന്നു. തീർന്നില്ല. സഞ്ജയ് ഗാന്ധി 1980 ജൂൺ 23 ഹെലികോപ്റ്റർ തീപിടിച്ചു കൊല്ലപ്പെട്ടു. അന്നും ഗോപാഷ്ടമി ദിവസമായിരുന്നു.